ഇടുക്കി എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേക്കൻകാനത്ത് റോഡ് ഉപരോധിച്ചു. യാത്രാ ദുരിതം നേരിടുന്ന മുല്ലക്കാനം സാൻജോ കോളേജിലെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുല്ലക്കാനം വരെ 5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി 39 കോടി രൂപ അനുവദിച്ച് 3 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ചതാണ്. 2 വർഷത്തിനുള്ളിൽ തീരേണ്ട നിർമ്മാണം 3 വർഷം പിന്നിട്ടിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് മുല്ലക്കാനം എല്ലക്കൽ റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തത്. അതിന്റെ 1ാം ഘട്ടമായാണ് തേക്കിൻകാനം ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. മൂന്ന് വർഷമായി ഗവൺമെന്റ് ITA, സാൻജോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഗതാഗത സൗകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിഷനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. സമരസമിതി കൺവീനർ VK മാത്യു അധ്യക്ഷത വഹിച്ച ഉപരോധ സമരം രാജക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 3 വർഷക്കാലമായി റോഡ് പൊളിച്ചതിന് ശേഷം കൊച്ചുകുട്ടികളെ അംഗൻവാടിയിൽ വിടാൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന്, ദൈനംദിന കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു എല്ലക്കൽ മുതൽ മുല്ലക്കാനം അല്ലെങ്കിൽ രാജക്കാട് വരുന്നതിനുള്ള ആളുകൾ. അവരുടെ സങ്കടവും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ടെക്നിക്കൽ പരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ സർക്കാർ തന്നെ അത് മുന്നിട്ട് നടത്തേണ്ടതായിരുന്നു. പക്ഷെ 3 വർഷക്കാലമായി ഇനിയും നമ്മൾ നോക്കി നിന്നാൽ ഇത് വലിയ ഒരു സങ്കടത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സംശയമില്ല. രാജക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട് സ്വാഗതവും സമിതി കൺവീനർ ബാബു കൊച്ചുപുര നന്ദിയും അർപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ സി അഗസ്റ്റിൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM രതീഷ്, സമിതി രക്ഷാധികാരി ഫാദർ ജോബിൻ പോണാട്ടുകുന്നേൽ, ജോസഫ് ഒട്ടകത്ത് തുടങ്ങി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.